അപ്പോൾ അത് നോക്കിയിട്ട് നോർമൽ ലിമിറ്റിനകത്താണ്, എനിക്ക് തൈറോയിഡ് ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് അവർ തീരുമാനമെടുക്കുന്നു. പക്ഷേ നമ്മൾ ഏതൊരു അവയവത്തെ സംബന്ധിച്ചും അതിൻ്റെ ഫങ്ഷനാലിറ്റി, അതായത് അതിൻ്റെ പ്രവർത്തനപരമായിട്ടും അതിൻ്റെ ഘടനാപരമായിട്ടും രോഗങ്ങൾ വരാം. നമുക്കിപ്പോൾ കാർഡിയാക് ഇഷ്യൂ എടുത്താൽ തന്നെ ഹാർട്ടിൻ്റെ റിതം ബീറ്റിൽ വ്യത്യാസം വരാം, പക്ഷേ അതിന് അതുപോലെ വാൽവുലാർ വരാം. അപ്പോൾ ഏതൊരു മെയിൻ സിസ്റ്റത്തിനും അങ്ങനെ രണ്ട് രീതിയിലുണ്ടാകും. പലപ്പോഴും ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ കോവിഡ് അനന്തരം നൊഡ്യൂൾസിൻ്റെ എണ്ണം വളരെയധികം കൂടിയിരിക്കുകയാണ്. അതിൽ ഒരു 25% ക്യാൻസറസ് രീതിയിലോട്ടും പോകുന്നുണ്ട്. അത് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും എൻഡോക്രൈനോളജിക്കലി. നമുക്കൊരു വളരെ സന്തോഷമുണ്ടാകുമ്പോൾ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും. നമ്മൾ ഈ സ്ട്രെസ്സിനെ തന്നെ പറയുമ്പോൾ യൂസ്ട്രെസ്, നല്ല സ്ട്രെസ്സും ഉണ്ട് ഡിസ്ട്രെസ്സും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് നല്ല സന്തോഷകരമായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും ആ സന്ദർഭത്തിൽ, അല്ലാതെ സ്ട്രെസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദത്തിന് ഒരുപാട് ചെയ്യാൻ കഴിയും. അതായത് ഏർലി ഡിറ്റക്ഷൻ, ഓഫ് കോഴ്സ് എല്ലാ വൈദ്യശാസ്ത്ര മേഖലയിലുള്ള ഭിഷഗ്വരന്മാരുടെ മെയിൻ ഒരു റോൾ എന്ന് പറയുന്ന ഒരു ഡിസീസ് ക്യൂർ ചെയ്യുന്നതിനേക്കാളും ഏർലി ഡയഗ്നോസിസ്, നേരത്തെ കണ്ടെത്തുക, അതുപോലെ പ്രിവെൻഷൻ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂറേഷൻ പോലെ. അപ്പോൾ നമുക്ക് അതിൽ ഇപ്പോൾ ഒരു ഫാമിലിയൽ ടെൻഡൻസി, ഒരു എക്സ്പോഷർ ടു ഈ ഹോർമോണൽ ഡിസ്ഫങ്ഷണൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം നമുക്കൊരു പ്രിവെൻറ്റീവ് സ്ട്രാറ്റജിയും, അതുപോലെ ക്യൂറേറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ ഡയറക്റ്റ് സപ്ലൈ